ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ നാളുകളാണ്. വിശുദ്ധിയുടെ മാസത്തിന് ആരംഭം അറിയിച്ച് ആകാശച്ചെരുവിൽ ഇന്നലെ വെൺചന്ദ്രക്കല പിറന്നതോടെയാണ് ഇസ്ലാം മതവിശ്വാസികൾ റമദാൻ നോമ്പിന് തുടക്കം കുറിച്ചത്. ഇനി ഒരു മാസക്കാലം പള്ളികളും വീടുകളും പ്രാർത്ഥനയാലും ഖുർആൻ പാരായണത്താലും ദീപ്തമാകും. പുണ്യങ്ങളുടെ പൂക്കാലമായാണ് റമദാൻ മാസത്തെ ഇസ്ലാം മത വിശ്വാസികൾ കണക്കാക്കുന്നത്. പകൽ സമയം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചും രാത്രിയിൽ സമൂഹ നമസ്കാരവും പ്രാർത്ഥനകളുമായി കഴിഞ്ഞുകൂടുന്ന ഒരു മാസക്കാലം. ദൈവത്തിനു മുന്നിൽ പ്രാർത്ഥനാനിരതമായ മനസ്സുമായി രാവും പകലും വിശ്വാസി നിലകൊള്ളുന്ന നാളുകൾ. ക്ഷമയും സഹനശീലവും വർദ്ധിപ്പിച്ച് വിശ്വാസിയുടെ സമ്പൂർണ്ണ സംസ്കരണമാണ് നോമ്പിലൂടെ ഇസ്ലാം ലക്ഷ്യമിടുന്നത്. ദൈവവചനങ്ങളുമായി ജിബ്രീൽ മാലാഖ പ്രവാചകന് മുന്നിലെത്തി ഖുർആൻ അവതരിപ്പിച്ച മാസമായി കണക്കാക്കുന്നതിനാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാൻ അത്രമേൽ പ്രാധാന്യമേറിയതാണ്. ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ രാവും റമദാനിലാണെന്നാണ് വിശ്വാസം. നിർബന്ധ ദാനമായ സക്കാത്തിനും മറ്റ് ദാനധർമ്മങ്ങൾക്കും വിശ്വാസികൾ തിരഞ്ഞെടുക്കുന്നതും റമദാനിനെയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായി കണക്കാക്കുന്ന ബദർ യുദ്ധം നടന്നതും റമദാൻ മാസത്തിലാണെന്നാണ് വിശ്വാസം. റമദാനിൽ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുന്നതും സംഘടിതമായി നോമ്പ് തുറക്കുന്നതും പുണ്യകരമായ കാര്യമായി കണക്കാക്കുന്നു. രാത്രികാലങ്ങളിലുള്ള തറാവിഹ് നമസ്കാരമടക്കമുള്ള പ്രാർത്ഥനകൾക്കായി വിപുലമായ തയ്യാറെടുപ്പുകളാണ് പള്ളികളിൽ ഒരുക്കിയിട്ടുള്ളത്. ആസിഫ് മുഹമ്മദ്, ന്യൂസ് മലയാളം, കൊച്ചി.